നമസ്തേ. യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് അമൃതവർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ 75 കോടി സൂര്യ നമസ്കാര ക്യാമ്പയിൻ എല്ലായിടങ്ങളിലും നടന്നു വരികയാണ്. അതിനോടൊപ്പം തന്നെ നമുക്കും പങ്കുചേരാം. നമ്മൾ ഇന്നിവിടെ സൂര്യ നമസ്കാരത്തിൻ്റെ മന്ത്രങ്ങളോട് കൂടിയാണ് സൂര്യ നമസ്കാര പ്രാക്ടീസ് ചെയ്യുന്നത്. സൂര്യ നമസ്കാരം നിത്യവും ചെയ്യുന്നത് നിങ്ങളുടെ ആയുസ്, പ്രജ്ഞ, ബലം, വീര്യം, തേജസ് എന്നിവ വർദ്ധിക്കാനായിട്ട് വളരെയധികം സഹായകരമായ ഒരു പ്രാക്ടീസാണ്. അത് മന്ത്രങ്ങളോട് കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമുക്ക് സൂര്യ നമസ്കാരയുടെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ 6 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പം നിങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സാവധാനം സൂര്യ നമസ്കാരം ചെയ്യാൻ ആരംഭിക്കാം. കാലുകൾ ചേർത്ത് കാലിൻ്റെ പെരുവിരൽ ചേർന്നിരിക്കട്ടെ. കാലുകൾ രണ്ടും പതിച്ച് ഈക്വലായിട്ട് വെയിറ്റ് കൊടുത്ത് നിൽക്കാൻ ശ്രമിക്കാം. കൈകൾ രണ്ടും ചേർത്ത് നമസ്കാര സ്ഥിതി അല്ലെങ്കിൽ അഞ്ജലി മുദ്രയിൽ പിടിക്കാം. ഫ്രീ ആയിട്ട് ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് കൊടുക്കാതെ ചെസ്റ്റിനെ എക്സ്പാൻഡ് ചെയ്ത് നടുവ് നിവർത്തി നേരെ നിവർന്ന് നിൽക്കാം. കാൽമുട്ടിൻ്റെ ചിരട്ട മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. തൈ മസിൽസിന് എൻഗേജ് ചെയ്ത് കൊടുക്കാം. നേരെ നിവർന്ന് ഈ ഒരു സ്ഥിതിയിൽ നമുക്ക് നിൽക്കാം. സാവധാനം മാറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് ആരംഭിക്കാം. ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുന്നതും വിടുന്നതും അറിയുക. ഒരു 3 റൗണ്ട് ദീർഘമായിട്ട് ശ്വാസം എടുക്കാനും വിടാനും ശ്രമിക്കാം. സ്റ്റാർട്ടിംഗ് പ്രയറോടുകൂടി ആരംഭിക്കാം. ഓം ഹിരണ്മയേന പാത്രേണ സത്യസ്യാപി ഹിതന്മുഖം തത്വം പൂഷണ്ണപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഓം ഹ്രാം മിത്രായ നമഃ. ഏകം ഇൻഹേൽ. ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി അപ്പർ ബാക്ക് കൊണ്ട് ബെൻഡ് ചെയ്യാം. ദ്വേ എക്സേൽ. സ്പൈനിനെ ലെങ്തൻ ചെയ്ത് നടുവ് നിവർത്തി മുന്നിലോട്ട് ബെൻഡ് ചെയ്ത് വരിക. പാദഹസ്താസന. ത്രീണി ഇൻഹേൽ. വലത് കാല് പുറകിലേക്ക് എടുത്ത് വെക്കാം. വലത് കാൽമുട്ട് താഴെ മുട്ടിയിരിക്കട്ടെ. കാൽവിരൽ പുറകിലോട്ട് ചൂണ്ടിയിരിക്കട്ടെ. ദൃഷ്ടി മുന്നിലോട്ട് നോക്കാം. മുന്നിലത്തെ കാലിൻ്റെ കാൽമുട്ടും ആംഗിളും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ കൈപ്പത്തി താഴെ പതിച്ച് വെക്കാം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈവിരൽ കുത്തി വെച്ചാലും മതി. ദെൻ ദൃഷ്ടി മുന്നിലേക്ക് നോക്കാം. ഹിപ്പ് മുന്നിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. ഉയർന്നിരിക്കരുത്. മുന്നിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ദൃഷ്ടി മുന്നിലോട്ട് നോക്കി നിൽക്കാം. അശ്വസഞ്ചാലന. ത്രീണി ചെയ്യുമ്പോൾ വലത് കാലാദ്യം മുകളിലേക്ക് ഉയർത്തി ഇടത് കാലുകൂടി പുറകിലേക്ക് കൊണ്ടുപോയി ചതുരംഗ ദണ്ഡാസന. പുഷപ്പിന് നിൽക്കുന്ന സ്ഥിതിയിൽ നിൽക്കാം. കഴുത്തിനെ താഴേക്ക് തൂക്കിയിടാതെ നടുവും കഴുത്തും സ്പൈനും നെക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കണം. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കാൽമുട്ട്, താടി, നെഞ്ച് താഴെ പതിക്കാം. അഷ്ടാംഗ നമസ്കാര. ശ്വാസം എടുത്തുകൊണ്ട് വയറ് താഴെ വെച്ചു. കാൽവിരൽ പുറകിലോട്ട് ചൂണ്ടിയിരിക്കട്ടെ. ഇത് തലയും നെഞ്ചും ഉയർത്തി ഈ ഒരു സ്ഥിതിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. സാധിക്കുന്നവർ അപ്പർ ബോഡി ഉയർത്തുക. തൈസ് ഉയർന്നു പോവരുത്. ഭുജംഗാസന. ശ്വാസം വിട്ടുകൊണ്ട് 4 കാലിലേക്ക് വരുന്ന സ്ഥിതിയിൽ വരാം. കാൽവിരൽ കുത്തി കാലിൻ്റെ ഉപ്പൂറ്റി താഴെ പതിക്കുക. ഇൻവേർട്ടഡ് വി പർവ്വതാസന. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് മുന്നിലേക്ക് ഇരു കൈകളുടെയും ഇടയിലോട്ട് വെക്കാം. കാൽമുട്ടും ആംഗിളും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കട്ടെ. ദൃഷ്ടി മുന്നിലോട്ടാണ്. ഹിപ്പ് മുന്നിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കാം. അശ്വസഞ്ചാലന. ശ്വാസം വിട്ട് അടുത്ത കാൽവിരൽ പതിയെ കുത്തി അടുത്ത കാല് മുന്നിലേക്ക്. പാദഹസ്താസന. മുന്നിലോട്ട് ബെൻഡ് ചെയ്യാം. ശ്വാസം എടുത്ത് 2 കൈകളും മുകളിലേക്ക് ഉയർത്താം. നന്നായിട്ട് വലിച്ചു കൊടുക്കാം. പിറകിലോട്ട്
ശ്വാസം വിട്ടുകൊണ്ട് സ്ഥിതി. ഇതാണ് ഒരു സൂര്യ നമസ്കാരയുടെ പാതി. അടുത്ത ഇടത് കാല് കൊണ്ട് ചെയ്യാം. ഓം ഹ്രീം രവയേ നമഃ. ശ്വാസം എടുത്തുകൊണ്ട് ഹസ്ത ഉത്ഥാനം. ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസന. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് പുറകിലേക്ക്, ഇടത് കാൽമുട്ട് നിലത്ത് മുട്ടിയിരിക്കട്ടെ. ദൃഷ്ടി മുന്നിലോട്ട്, ഹിപ്പ് മുന്നിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കാം. ശ്വാസം വിട്ട് അടുത്ത കാല് പിറകിലേക്ക്, ചതുരംഗ ദണ്ഡാസന. ഹിപ്പിനെ ഉയർത്തിയോ താഴ്ത്തിയോ കൊടുക്കരുത്. പുഷപ്പിന് നിൽക്കുന്ന സ്ഥിതി. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കാൽമുട്ട്, താടി, നെഞ്ച് താഴെ പതിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗാസന, തലമുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പർവ്വതാസന, ഇൻവേർട്ടഡ് വി. കാൽവിരലിലേക്ക് നോക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് മുന്നിലേക്ക്, കൈപ്പത്തിയുടെ ഇടയിലോട്ട് കാല് കയറ്റി വെക്കാം. കൈ മുന്നിലോട്ട് ഈ ഒരു സ്ഥിതിയിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പതിയെ കൈ കൊണ്ട് പിടിച്ച് കാലിനെ കയറ്റി വെക്കാൻ ശ്രമിക്കുക. സാവധാനം പ്രാക്ടീസിലൂടെ ഓക്കെ ആവുന്നതായിരിക്കും. ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസന. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക്, പിന്നിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് സ്ഥിതി. ഒരു റൗണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി 5 റൗണ്ട് കൂടി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യണം. ഏകദേശം ഈ ഒരു മൂവ്മെന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ഥിതിയിൽ നിൽക്കാം. ഓം ഹ്രം സൂര്യായ നമഃ. ഏകം ഇൻഹേൽ, ദ്വേ എക്സേൽ, ത്രീണി ഇൻഹേൽ, വലത് കാല്, ചത്വാരി എക്സേൽ, പഞ്ച ഇൻഹേൽ എക്സേൽ, ഷഡ ഇൻഹേൽ, സപ്ത എക്സേൽ, അഷ്ട ഇൻഹേൽ, നവ എക്സേൽ, ദശ ഇൻഹേൽ ആൻഡ് സ്ഥിതി. ഓം ഹ്രൈം ഭാനവേ നമഃ. ഏകം ഇൻഹേൽ, ദ്വേ എക്സേൽ, ത്രീണി ഇൻഹേൽ, ഇടത് കാല്, ചത്വാരി എക്സേൽ, പഞ്ച ഇൻഹേൽ എക്സേൽ, ഷഡ ഇൻഹേൽ, സപ്ത എക്സേൽ, അഷ്ട ഇൻഹേൽ, നവ എക്സേൽ, ദശ ഇൻഹേൽ ആൻഡ് സ്ഥിതി. ഓം ഹ്രൗം ഗഗായ നമഃ. ഏകം ഇൻഹേൽ, ദ്വേ എക്സേൽ, ത്രീണി ഇൻഹേൽ, ചത്വാരി എക്സേൽ, പഞ്ച ഇൻഹേൽ എക്സേൽ, ഷഡ ഇൻഹേൽ, സപ്ത എക്സേൽ, അഷ്ട ഇൻഹേൽ, നവ എക്സേൽ, ദശ ഇൻഹേൽ ആൻഡ് സ്ഥിതി. ഓം ഹ്ര ഉഷ്ണേ നമഃ. ഏകം ഇൻഹേൽ, ദ്വേ എക്സേൽ, ത്രീണി ഇൻഹേൽ, ഇടത് കാല്,
चत्वारि exhale, पञ्च inhale exhale, षड inhale, सप्त exhale, अष्ट inhale, नव exhale, दश inhale and स्थिति। ॐ ह्रां हिरण्यगर्भाय नमः। एकम् inhale, द्वे exhale, त्रीणि inhale, चत्वारि exhale, पञ्च inhale exhale, षड inhale, सप्त exhale, अष्ट inhale, नव exhale, दश inhale and स्थिति। ॐ ह्रीं मरीचये नमः। एकम् inhale, द्वे exhale, त्रीणि inhale, चत्वारि exhale, पञ्च inhale exhale, षड inhale, सप्त exhale, अष्ट inhale, नव exhale, दश inhale and स्थिति। ॐ ह्रं आदित्याय नमः। एकम् inhale, द्वे exhale, त्रीणि inhale, चत्वारि exhale, पञ्च inhale exhale, षड inhale, सप्त exhale, अष्ट inhale, नव exhale, दश inhale and स्थिति। ॐ ह्रैं सवित्रे नमः। एकम् inhale, द्वे exhale, त्रीणि inhale, चत्वारि exhale, पञ्च inhale exhale, षड inhale, सप्त exhale, अष्ट inhale, नव exhale, दश inhale and स्थिति। ॐ ह्रौं अर्काय नमः। एकम् inhale, द्वे exhale, त्रीणि inhale, चत्वारि exhale, पञ्च inhale exhale, षड inhale, सप्त exhale,
Ashta inhale, Nava exhale, Dasha inhale, Sthiti. Om Hra Bhaskaraya Namaha. Ekam inhale, Dve exhale, Trini inhale, Chatwari exhale, Pancha inhale, exhale, Shada inhale, Sapta exhale, Ashta inhale, Nava exhale, Dasha inhale, and Sthiti. നമ്മളിവിടെ 6 റൗണ്ട് സൂര്യ നമസ്കാരമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് റിലാക്സേഷൻ ചെയ്യാനായിട്ട് മലന്ന് കിടക്കുക. ശവാസനയിൽ കൈകളും കാലുകളും അകത്തി, കൈപ്പത്തി മുകളിലോട്ട് ഫേസ് ചെയ്തിരിക്കട്ടെ, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ശരീരത്തെ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കാം. ശവാസനയിൽ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് അവിടെ കിടക്കുക. ശ്വാസഗതി ഉയർന്നതറിയാം, ഹൃദയമിടിപ്പ് വർദ്ധിച്ചതറിയുക. അതൊന്ന് നിരീക്ഷിച്ചുകൊണ്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് അവിടെ കിടക്കാം. കൈകൾ ശരീരത്തിൽ നിന്നും ഒരു 45 ഡിഗ്രി അകത്തി വെക്കാം. കൈപ്പത്തി മുകളിലോട്ട് ഫേസ് ചെയ്തിരിക്കട്ടെ. കാലുകൾ 2 ഫീറ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാറ്റിന് അത്രയും അകലത്തിൽ അകത്തി വെക്കാം. തല മുതൽ കാല് വരെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കുക. അബ്ഡോമിനൽ മൂവ്മെന്റ് അല്ലെങ്കിൽ വയറിന്റെ ചലനം ഒന്ന് നിരീക്ഷിക്കാം. ഏത് രീതിയിലാണത് ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും വയറിന്റെ ചലനം എന്നൊന്ന് അറിയാൻ ശ്രമിക്കുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് വയർ പുറത്തേക്ക് ബൾജ് ചെയ്ത് കൊടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് വയറകത്തേക്ക് സിങ്ക് ചെയ്ത് കൊടുക്കുക. റിപ്പീറ്റ് ചെയ്യാം. ബ്രീത്ത് ഇൻ, വയർ പുറത്തേക്ക്. ബ്രീത്ത് ഔട്ട്. 2 more rounds. Inhale, exhale. ഒരു തവണ കൂടി ദീർഘമായി ശ്വാസം എടുത്ത് വയർ പുറത്തേക്ക്, ശ്വാസം വിട്ട് വയറകത്തേക്ക് റിലീസ് ചെയ്യാം. അടുത്തതായി ശ്വാസം എടുത്ത് വയർ പുറത്തേക്ക് ബൾജ് ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജി കൊണ്ട് ശരീരം നിറയുന്നതറിയാം. ശ്വാസം വിടുമ്പോൾ നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും എല്ലാം റിലീസ് ചെയ്ത് ശരീരം കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുന്നതറിയുക. റിപ്പീറ്റ് ചെയ്യാം. ബ്രീത്ത് ഇൻ, breathe out. Inhale, exhale. ഓരോ ശ്വാസം എടുത്തുകൊണ്ട് വയറ് പുറത്തേക്ക് ബൾജ് ചെയ്ത് കൊടുക്കുകയും ശ്വാസം വിടുമ്പോൾ വയറകത്തേക്ക് സിങ്ക് ചെയ്യുകയും ചെയ്യാം. ശ്വാസം എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി കൊണ്ട് ശരീരം നിറയുന്ന സങ്കല്പം. ശ്വാസം വിടുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനും സ്ട്രെസ്സും റിലീസ് ചെയ്ത് ശരീരം റിലാക്സ്ഡ് ആവുന്നത് അറിയുക. 5
5 rounds complete relaxation. 3 rounds ആ ഊ ആൻഡ് മാ ചാൻഡ് ചെയ്യാം. കിടന്നുകൊണ്ട് തന്നെയാണ്. ഇൻഹേൽ, ശ്വാസം എടുക്കാം. സെക്കൻഡ് റൗണ്ട് third round കംപ്ലീറ്റ് ശരീരം റിലാക്സ് ആവുന്നതറിയാം. എത്ര നേരം നിങ്ങൾക്ക് റിലാക്സേഷൻ ആവശ്യമാണോ അതിനനുസരിച്ച് റിലാക്സ് ആവാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ തലയെ വലതുവശത്തോട്ടും ഇടതുവശത്തോട്ടും ഒന്ന് തിരിച്ചു കൊടുക്കാം. കൈകളും കാലുകളും ചേർത്ത് ഒരു വശം ചരിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്ന സ്ഥിതിയിലോട്ട് വരാം. സാവധാനം കൈകൾ കൂട്ടി കണ്ണിന് മുകളിൽ വെച്ച് കണ്ണുകൾ തുറക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ 6 റൗണ്ട് സൂര്യ നമസ്കാരമാണ് മന്ത്രങ്ങളോടുകൂടി ചൊല്ലിയത്. നിങ്ങൾ ഒരുമിച്ച് ചെയ്തെന്ന് കരുതുന്നു. ഇനി കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വേരിയേഷൻസ് ഏതെല്ലാം ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളത് കണ്ടു നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥകൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഫൈനൽ പോസിലോട്ട് ഒരു ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാതെ പ്രാക്ടീസ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഗ്രാജ്വലി ഫൈനൽ പോസിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനലിൽ തന്നെ 12 റൗണ്ട് സൂര്യ നമസ്കാര എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ശശാങ്കാസനയോട് കൂടി എങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യണമെന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് സൂര്യ നമസ്കാരം കൊണ്ടാണോ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നത് അതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ ഒരെണ്ണമേ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചെയ്ത് നിങ്ങൾ പരിശീലനം തുടങ്ങുക. പതിയെ ഒരു 6 നമ്പർ 12 കൗണ്ട് ആ രീതിയിൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലുള്ള യോഗ റിലേറ്റഡ് വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിനടുത്ത് വരുന്ന ബെല്ലൈക്കനും അതിനടുത്ത് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ഓൺലൈൻ യോഗ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൂം ആപ്പിലാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ലൈവായിട്ടുള്ള സെഷൻസ് ആണ് പോകുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് മെസ്സേജിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമസ്തേ.